ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്ക് പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിക്സഡ് വെജിറ്റബിൾ കറിയാണ്. നാളേരൊന്നും ചേർക്കാതെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങളും പറയണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഞാൻ കുറച്ച് പച്ചക്കറികൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് ഗ്രീൻ പീസ് എടുത്ത് വെച്ചത്, അത് ഫ്രോസണാണ്, ഫ്രഷ് കിട്ടി അത് ഉപയോഗിക്കാം. നമ്മൾ കോളിഫ്ലവറിൻ്റെ ഒരു 2-3 എടുത്ത് വെച്ചിട്ടുണ്ട്, 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ബീൻസ്, ഒരു ക്യാരറ്റ്, 2 ഉരുളൻകിഴങ്ങ്, കുറച്ച് പനീർ. പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവോള, 5-8 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് കേട്ടോ. ഈ പച്ചക്കറികളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം റീഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഈ പനീറൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി, അധികം ബ്രൗൺ ആക്കരുത്. അതിന് മുമ്പ് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പനീറിന് ഒരു നിറം വരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കത് പനീർ വാങ്ങിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഉരുളൻകിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് പനീർ വാങ്ങിയെടുക്കാം കേട്ടോ. പനീറെല്ലാം നമ്മൾ വാങ്ങിയെടുത്തു. അതേ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള പച്ചക്കറികളും നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ പനീർ വാങ്ങിയെടുത്ത് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ ഉരുളൻകിഴങ്ങ് ആണ് ആദ്യമായിട്ടാണിത്. ഉരുളൻകിഴങ്ങ് ഒരു 3-4 മിനിറ്റ് നല്ലോണം വഴറ്റണം കേട്ടോ. അതിന് ശേഷം ഉരുളൻകിഴങ്ങിലേക്ക് തന്നെ ബാക്കിയുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഈ പച്ചക്കറികൾ നമുക്ക് ഒന്ന് പച്ചമണം പോയാൽ മതി. ഗ്രീൻ പീസ് ലാസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ 2-3 മിനിറ്റ് നേരം ഈ പച്ചക്കറികളും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്രീൻ പീസ് ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റാം. 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് എല്ലാ പച്ചക്കറികളും വാങ്ങിയെടുത്തിട്ട് അതേ ചീഞ്ചട്ടി തന്നെ നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വാങ്ങിയെടുക്കട്ടെ. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 3 കരയാമ്പൂ ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, പിന്നെ ഒരു വലിയ ഏലക്കായുടെ ഒരു പീസ് ഇട്ടു ഞാൻ. പിന്നെ ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മളെടുത്ത് വെച്ച വെളുത്തുള്ളി ചതച്ചതാണ്, പിന്നെ ഇഞ്ചിയും ചതച്ച് വെച്ചിരുന്നു, അതും ഇട്ട് കൊടുത്തു. ഒരു പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കീറിയിട്ടു. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം മൂത്തു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ സവാള നമുക്ക് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം തീ ഞാൻ നല്ലോണം താത്തി വെച്ചു. ഇനി മസാല ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തു, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കിച്ചൺ കിങ് മസാലയാണ് കേട്ടോ ഇട്ടത്. അതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി തീരെ കട്ടയിലാണ്ട് ഉണ്ടാക്കി വയ്ക്കുക. ഈ സമയത്ത് നമ്മളെടുത്ത് വെച്ച 2 തക്കാളി ഞാൻ മിക്സിയുടെ ജാറിൽ അരയ്ക്കാൻ പോവാണ്, പേസ്റ്റ് ആക്കണതിന്. അപ്പോൾ ഞാൻ തക്കാളി അരച്ചിട്ട് വരാം. അപ്പോൾ തക്കാളി അരച്ച് വെച്ചു. നമ്മുടെ ഉള്ളിപ്പുറത്ത് അടുപ്പത്ത് തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ മസാല കലക്കി വെച്ചില്ലേ, അതൊഴിച്ച് കൊടുക്കാം. മസാല ഒന്ന് നല്ലോണം മൂത്തതിന് ശേഷം തക്കാളി ഒഴിക്കാം. അപ്പോൾ മസാല നല്ലോണം ഇളക്കി. ആ സമയത്ത് ഒരു കാര്യം ഓർമ്മ വന്നത്, ഞാനതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി പെട്ടെന്ന് തന്നെ ഈ മസാലയിൽ ചേർക്കാമെന്ന് വിചാരിച്ച് ഒരു 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടി നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റാണ് കേട്ടോ. നല്ലോണം മൂത്ത് വന്നു. അതിലേക്ക് നമ്മൾ തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം ഇളക്കാം മസാല. ഈ നേരത്ത് വെള്ളം ഒട്ടും ചേർക്കണ്ട. തക്കാളി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ലോണം. അതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. നമ്മൾ 2 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മസാല തയ്യാറായി വരുന്നുണ്ട്. ഇന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ മസാലയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ മിക്സി കഴുകി വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് നമ്മുടെ മസാല എണ്ണ തെളിയുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് വീണ്ടും അടച്ചു വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ശരിക്കും തയ്യാറായി. നമ്മുടെ കടലമാവൊക്കെ വെന്തു. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പനീർ ഈ സമയത്ത് ഇട്ട് കൊടുക്കരുത്.
ഇനി നമ്മുടെ ഉപ്പും മസാലയൊക്കെ പച്ചക്കറിയിൽ പിടിക്കുന്ന പോലെ നല്ലോണം ഇളക്കി കൊടുത്തേക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. ഈ സമയത്ത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കണം. എന്താ വെച്ചാൽ ഉരുളൻകിഴങ്ങൊന്നും നല്ലോണം വേവണമല്ലോ, അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 6-7 മിനിറ്റ് സ്റ്റൗസ് മീഡിയത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 6-7 മിനിറ്റ് ഞാൻ വേവിച്ചു. ഇപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങും നല്ലോണം വെന്തു. നമ്മുടെ കറി ഏകദേശം പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പനീർ ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗരം മസാല ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തു. അത് വീട്ടിൽ പൊടിച്ച് തന്നെയാണ് കേട്ടോ. അത് കടയിൽ നിന്ന് മേടിച്ചായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റോളം നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് അടച്ച് വെക്കുകയാണ്. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ കറി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നല്ലോണം തിളച്ച് കുറുകി വന്നു. പനീറിലെല്ലാം നല്ലോണം മസാല പിടിച്ച് കാണും. ഇതാ കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് സെർവിങ് ബോളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഞാനിവിടെ റൊട്ടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു, ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.